പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ആരോപണത്തിൽ കണക്കുകൾ പുറത്തുവിടുമെന്ന് CPIM. അണികൾക്കിടയിൽ സംശയങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിലാണ് പാർട്ടിയുടെ നീക്കം. വരുന്ന വ്യാഴാഴ്ച ജില്ലാ സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തും. സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, നേരത്തെയും വാർത്താസമ്മേളനങ്ങൾ ജില്ലാ സെക്രട്ടറി നടത്തിയിരുന്നതാണ്. ആ സമയത്ത് കണക്ക് ആഭ്യന്തര കാര്യമാണ് എന്ന രൂപത്തിലാണ് പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കണക്കുകൾ പുറത്തുവിടാനുള്ള തീരുമാനമാണോ ഇപ്പോൾ അറിയിക്കുന്നത്? സ്മൃതി, കണക്കുകൾ പുറത്തുവിടാൻ CPM നിർബന്ധിതമായി എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അണികൾക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സംശയമുണ്ടായിട്ടുണ്ട്, ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. അത് ഈ V. കുഞ്ഞികൃഷ്ണൻ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ എവിടെയും ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട് V. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. കണക്കുകൾ സംബന്ധിച്ചുള്ളത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാം, അത് പൊതുജന മധ്യത്തിലേക്ക് വയ്ക്കേണ്ടതല്ല എന്നുള്ളതായിരുന്നു ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ മറുപടി. അത് പാർട്ടിക്കകത്ത് കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ട് എന്നും അതിന് പാർട്ടിക്കകത്ത് നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതുമായിരുന്നു അദ്ദേഹം നൽകിയ വിശദീകരണം. പക്ഷേ അതിനുശേഷവും കൂടുതൽ വിവരങ്ങൾ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഉൾപ്പെടെ പുറത്തുവരുന്ന നിലയുണ്ടായി. അതിൽ കൃത്യമായി തന്നെ കണക്കുകൾ സൂചിപ്പിച്ചിട്ടുള്ളതും അണികൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ വലിയ സംശയമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM എത്തുന്നത്. കൂടാതെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ കണക്കുകൾ പുറത്തുവിടണം എന്നുള്ളൊരു ആവശ്യം അത് ജില്ലാ നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആവശ്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ വരുന്ന 4-നാണ് സ്മൃതി പുസ്തക പ്രകാശനം. V. കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം ഫെബ്രുവരി 4-ന് പയ്യന്നൂർ ടൗണിലെ ഗാന്ധി പാർക്കിൽ വെച്ച് അതിന്റെ പ്രകാശനം നിർവഹിക്കപ്പെടും. അപ്പോൾ ഈ പുസ്തകത്തിനുള്ള മറുപടി കൂടി, അല്ലെങ്കിൽ വിശദമായ മറുപടി കൂടി CPM ജില്ലാ സെക്രട്ടറി തൊട്ടടുത്ത ദിവസം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോഴും KK രാഗേഷ് വിശദമാക്കിയ കാര്യം അതാണ്. ഈ പുസ്തകം മുഴുവനായി താൻ പഠിക്കട്ടെ, അതിനുശേഷം ഈ പുസ്തകത്തിലുള്ള ഓരോ കാര്യങ്ങൾക്ക് കൂടി താൻ മറുപടി നൽകും. ഒപ്പം തന്നെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത വരുത്തും എന്നുള്ളതാണ് അദ്ദേഹം നിലവിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അതിൽ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് 2017 അവതരിപ്പിച്ച ഒരു കണക്കുണ്ട്. കൂടാതെ 2021 ആക്ഷേപം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് CPM. അതും കഴിഞ്ഞ് ഓഡിറ്ററായി ആളുകൾ വരുമ്പോൾ ആ സമയത്ത് കണ്ടെത്തിയ ചില കണക്കുകളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിനെ CPM പ്രതിരോധിക്കുക, വിശദീകരിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ഏതാണ്ട് 46 ലക്ഷം രൂപയോളം കാണുന്നില്ല, അതിൽ ക്രമക്കേട് നടത്തി, അത് വകമാറ്റി എന്നൊക്കെയുള്ളതായിരുന്നു V. കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടും കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടും ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ധനരാജ് രക്തസാക്ഷി ഫണ്ട് എന്നുള്ളത് പ്രവർത്തകരെ സംബന്ധിച്ച് അത്രയേറെ വൈകാരികമാണ്. അതിലൊരു തിരിമറി നടന്നു എന്ന് പറയുന്നത് അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും അണികൾക്കിടയിൽ ആ രീതിയിലുള്ള ഒരു വികാരം ഉടലെടുക്കുന്നതിനും സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ പാർട്ടി ഏതായാലും ഒരുങ്ങുന്നത്. 6-ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വിളിച്ചു ചേർക്കുന്ന വാർത്താ സമ്മേളനത്തിൽ എല്ലാ വിവരങ്ങളും അത് പൊതുജന മധ്യത്തിലേക്ക് വയ്ക്കും എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.